ഈ സീത രാവണപുത്രിയാണെന്നുള്ളൊരു ഭാഷ്യവുമില്ല. പിന്നീട് വന്ന കഥകൾ പലതരത്തിൽ കഥകൾ പുരാണകർത്താക്കളും മറ്റ് കഥാകാരന്മാരും കൂടി പലതരത്തിൽ വികൃത ഭാവനകൾ അതിനകത്ത് കടത്തി വിട്ടിട്ടുണ്ട്. നാം രാമൻ്റെ ജീവിതത്തെ വിമർശിക്കുന്നത് വാൽമീകി രാമായണത്തെ, അധ്യാത്മ രാമായണത്തെ പോലും ആസ്പദമാക്കിയല്ല, വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയാണ്. വാൽമീകി രാമായണമാണ് രാമൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികമായ പ്രതിപാദന ഗ്രന്ഥം. അതുകൊണ്ട് ധർമ്മപുത്രർക്ക് ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യനെന്നുള്ള നിലയിൽ ഏതെല്ലാം തരത്തിലുള്ള വൈകാരികമായ സംഘർഷങ്ങൾക്ക് അദ്ദേഹം വിധേയനായാലും ആ സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്യും? സത്യം പരിപാലിക്കുക തന്നെ ചെയ്യും. സത്യം പരിപാലിക്കുക തന്നെ ചെയ്തു. അല്ലെങ്കിൽ പാഞ്ചാലി പറഞ്ഞത് ശരിയാണ്. സാധാരണ രാജാക്കന്മാർ അവരുടെ സത്യം ലംഘിച്ചിട്ട് അവർ പോയി ശക്തിയുണ്ടെന്ന് അവർക്ക് ബോധ്യമായാൽ അത് ലംഘിച്ചിട്ട് അവർ പോയി യുദ്ധം ചെയ്ത് രാജ്യം കീഴടക്കും. അങ്ങനെ ചെയ്യാം രാജാക്കന്മാർക്ക്. കാരണം വീര്യം കൊണ്ട് പിടിച്ചടക്കുകയാണ്. വീര്യം പ്രയോഗിക്കാൻ അന്ന് നിയമപരമായ രാജാക്കന്മാർക്ക് അനുവാദമുണ്ടായിരുന്നു. ആ വീര്യപ്രയോഗത്തിൽ ജയിക്കുന്നവൻ തന്നെയാണ് ക്ഷത്രിയൻ. അതുകൊണ്ട് അവർക്ക് അത്തരം യുദ്ധങ്ങളും ചെയ്യാം. ധർമ്മത്തിന് വേണ്ടി മാത്രമല്ല, മറ്റൊരു രാജ്യം അവർക്ക് പിടിച്ചെടുക്കാം ബലപ്രയോഗം കൊണ്ട്. അതും അനുവദിച്ചിരുന്നു എന്ന് നിയമപരമായ അനുവാദം ഉണ്ടായിരുന്നു. ആ നിയമപരമായ അനുവാദം ഉണ്ടെന്നാണ് പാഞ്ചാലി ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തത്, പറഞ്ഞ് സമർത്ഥിച്ചു കൊടുത്തത്. അന്ത്യത്തിൽ പറഞ്ഞു. അതോടുകൂടി ഭീമനും ഇത് പറയുന്നത് നിർത്തി, പാഞ്ചാലിയും ഇത് പറയുന്നത് നിർത്തി. ഇനി ഒരിക്കലും അവരത് പറയില്ല എന്ന നിലയിൽ അവർ പിൻവാങ്ങുകയും ചെയ്തു. സത്യം ഒന്നിനു വേണ്ടിയും ഭൗതികമായ ഒരു ലാഭത്തിന് വേണ്ടിയും സത്യത്തെ ഞാൻ ലംഘിക്കുകയേയില്ല. സത്യത്തേക്കാൾ വലുതായി എനിക്ക് എൻ്റെ ജീവിതം പോലുമില്ല. സത്യത്തിന് വേണ്ടി ഞാൻ പാഞ്ചാലിയെയും ബലികഴിക്കും, എൻ്റെ അനുജന്മാരെയും ബലികഴിക്കും, രാജ്യവും വേണ്ടെന്ന് വയ്ക്കും. സത്യമാണ് എൻ്റെ ജീവിതം, സത്യമാണ് പ്രധാനം, സത്യത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത്, സത്യത്തിലാണ് എൻ്റെ പ്രതിഷ്ഠ. അത് നമുക്ക് സാധാരണ നിലയിൽ അനുഷ്ഠിക്കാൻ വളരെ പ്രയാസമാണെങ്കിലും അങ്ങനെ ഒരാൾ ഭരണാധിപനായി ഒരു രാജ്യത്തിലിരുന്നാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്കും സത്യസന്ധമായി ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് വരുന്നത് കേൾക്കുന്നവർക്കൊക്കെ ആഹ്ലാദകരമായിരിക്കും. ആ ഒരൊറ്റ ആളുടെ വെളിച്ചം കൊണ്ട് രാജ്യത്ത് മുഴുവനും വെളിച്ചമുണ്ടാകും. ലോകത്തിന് മുഴുവനും ഒരു കെടാത്ത ദീപസ്തംഭമായി അയാളുടെ ധർമ്മബോധം നിലനിൽക്കും. അങ്ങനെ ഒരാൾ ഓരോ യുഗത്തിലും വേണം. അങ്ങനെ ഒരാൾ ഓരോ കാലത്തും വേണം. അങ്ങനെ ഒരാൾ ഓരോ രാജ്യത്തും വേണം. അങ്ങനെയില്ല. അതാണ് രാഷ്ട്രീയത്തിലെ പ്രശ്നം. മാരാരുടെ ധർമ്മത്തെ ആസ്പദമാക്കിയുള്ള ധർമ്മപുത്രരുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഭീതി കൊണ്ടായിരുന്നു, ദൗർബല്യം കൊണ്ടായിരുന്നു എന്ന വാദം നാം നേരത്തെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഗ്രന്ഥ താൽപ്പര്യത്തിന് വിരുദ്ധമായ ഒന്നാണ്. എന്നിരുന്നാലും അതിൻ്റെ രചനാ കൗശലം കൊണ്ട്, അതിലെ വാദഗതിയുടെ പ്രതിവാദ രീതിയുടെ സാമർഥ്യം കൊണ്ട് ആ കൃതിക്ക് മലയാള സാഹിത്യത്തിൽ അമൂല്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന സംഗതിയും നാം വിസ്മരിക്കാൻ പാടില്ല. ഇങ്ങനെ മാർക്കണ്ഡേയ മഹർഷിയുടെ ആഗമനം ഇദ്ദേഹത്തിന് ഒരു വലിയ ആരോഗ്യപ്രദമായ ആശ്വാസപ്രദമായ ഒരു ഔഷധം പോലെ, സിദ്ധൌഷധം പോലെ അദ്ദേഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തനിക്ക് പെട്ടെന്നുണ്ടായ താപം, കാട്ടിലേക്ക് വന്ന് കാനന ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴുണ്ടായ പ്രാഥമികമായ താപം അങ്ങനെ ശമിച്ചു. മാർക്കണ്ഡേയ മഹർഷി അദ്ദേഹത്തോട് വിട പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ താമസിക്കുന്നത് ദ്വൈതവനത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വ്യാസൻ്റെ വരവ്. അദ്ദേഹം വന്നിട്ട് പറയും, 12 വർഷത്തെ കാനനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് നിബന്ധന പ്രകാരം നിനക്ക് രാജ്യം തിരികെ ലഭിക്കുന്നതാണ്. അതോർത്ത് നീ ക്ലേശിക്കരുത്,
നിനക്ക് രാജ്യം കിട്ടും, നീ ധാർമ്മികമായ രാജ്യം ഭരിക്കുകയും ചെയ്യും. അന്ന് വ്യാസനും പറയുന്നില്ല നീ ഉടനെ പോയി പിടിച്ചാക്രമിച്ച് കീഴടക്കാൻ അദ്ദേഹത്തിന് പറയാവുന്നതാണല്ലോ. മാത്രമല്ല അദ്ദേഹം കണിശമായി ചെന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞാൽ അവരെ വിളിച്ച് രാജ്യം കൊടുത്തേക്കും, ഇത്രയൊക്കെ മതി കാരണവാസം എന്ന് പറഞ്ഞാൽ മതിയേ. പറഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. അതും പറഞ്ഞില്ല. അദ്ദേഹം അനുഗ്രഹിച്ചത് 13 വർഷം കഴിഞ്ഞ് നിനക്ക് രാജ്യം കിട്ടുമെന്നാണ്, അല്ലാതെ ഉടനെ രാജ്യം മേടിച്ചു തരാമെന്ന് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ദുഃഖം പോകാൻ, ഈ രാജ്യം നഷ്ടപ്പെട്ടതിലുള്ള നിൻ്റെ ദുഃഖവും നീ മൂലം നിൻ്റെ സഹോദരന്മാരും സഹധർമ്മിണിയും ദുഃഖിക്കുമെന്നുള്ള നിൻ്റെ വിചാരവും പോകാൻ ഞാൻ നിനക്ക് ഒരു വിദ്യ ഉപദേശിച്ചു തരാം, വരിക എന്ന് പറഞ്ഞ് വിജന സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. മന്ത്രം എന്താണെന്ന് പറയുന്നില്ല, പ്രതിസ്മൃതി എന്ന് പറയുന്ന മന്ത്രം ഇന്നതാണെന്ന് പറയുന്നില്ല. പ്രതിസ്മൃതി എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കതും ജപിച്ചുകൊണ്ട് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ വ്യാസൻ നമ്മളെ അക്കാര്യത്തിൽ കബളിപ്പിച്ച് കളഞ്ഞു. പ്രതിസ്മൃതി എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രതിസ്മൃതി മന്ത്രം നീ അർജുനനും ഉപദേശിച്ചു കൊടുക്കണം. അവനെ കൊണ്ടാണ് നിങ്ങൾ യുദ്ധം നേടാൻ പോകുന്നത്. യുദ്ധവിജയത്തിനുള്ള പ്രധാന സാമഗ്രി വിജയനാണ്. വിജയൻ അർജുനനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അർജുനൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഈ ദ്വൈതവനത്തിൽ താമസിച്ചാൽ പോരാ. അവൻ രാജ്യാന്തരങ്ങൾ സഞ്ചരിക്കുകയും രാജ്യാന്തരങ്ങളിലെ ജനങ്ങളുടെ ജീവിതവും അതുപോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെ സഞ്ചരിച്ച് അവൻ ദേവേന്ദ്രനെ ചെന്ന് കാണട്ടെ എന്ന്, അവൻ്റെ പിതാവിനെ. ആ യാത്രയിൽ അവന് അനേകം ദിവ്യായുധങ്ങൾ ലബ്ധമാകും. അതുകൊണ്ട് പാർത്ഥൻ, അർജുനൻ നിങ്ങളെ വിട്ട് ലോകസഞ്ചാരത്തിന് ശ്രമിക്കട്ടെ. ആ ലോകസഞ്ചാരത്തിലൂടെ അവൻ ഹിമവാനിൽ ചെന്ന് ചേരും. അവിടെ വെച്ച് ദേവേന്ദ്രനുമായി സംഗമമുണ്ടാകും. അങ്ങനെ നിങ്ങൾക്കത് ഏറ്റവും ശോഭനമായി ഭവിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ധർമ്മപുത്രർ ഇത് വന്ന് അർജുനനോട് പറയും, വ്യാസമുനി ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകണം. നിനക്ക് ദേവേന്ദ്രനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കും. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോയി ദേവേന്ദ്രനെ കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് ദിവ്യായുധങ്ങൾ, പണ്ട് അദ്ദേഹം ദിവ്യായുധങ്ങൾ തരാമെന്ന് നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നു. ഖാണ്ഡവവനദാഹത്തിന് അഗ്നിയെ സഹായിച്ച് ഖാണ്ഡവവനം മുഴുവൻ ദഹിപ്പിച്ച് കഴിഞ്ഞ് അഗ്നി സംതൃപ്തനായി വന്നപ്പോൾ യുദ്ധത്തിൽ ആര് തോറ്റുപോയി? ദേവേന്ദ്രൻ തോറ്റുപോയി. അങ്ങനെ തന്നെ തോൽപ്പിച്ചതിൽ അഭിനന്ദിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ കൃഷ്ണനെയും അർജുനനെയും വന്ന് കണ്ടു. അപ്പം അന്ന് എന്ത് വരമാണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് ദിവ്യായുധങ്ങൾ വേണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ അങ്ങിൽ നിന്ന് വരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതിന് ഇനിയൊരിക്കൽ അവസരമുണ്ടാകും, അന്ന് ഞാൻ തരാം. അപ്പോൾ ആ അവസരം ഇപ്പോൾ സമാഗതമായിരിക്കുന്നു. അർജുനന് പിന്നീട് ദേശാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ച് അദ്ദേഹം ഹിമവാനിൽ എത്തിച്ചേർന്നു. ഈ സമയത്ത് വർണ്ണിക്കാനുള്ള സന്ദർഭമാണ്. പ്രകൃതി വർണ്ണന വ്യാസനും വാൽമീകിക്കും കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത കാളിദാസനും ഉണ്ടത്. പക്ഷേ കാളിദാസൻ എഴുതിയത് മഹാകാവ്യങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന് നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. വാൽമീകിയും നിയന്ത്രണം പാലിച്ചിട്ടുണ്ട്. വ്യാസൻ അങ്ങനെ അല്ല. അക്കാര്യത്തിൽ വർണ്ണനയുടെ കാര്യത്തിൽ, പ്രകൃതി വർണ്ണനയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു നിയന്ത്രണവും ഇല്ലാത്തയാളാണ്. വർണ്ണിച്ച് വ്യാസന് മതിയാകുമ്പോഴേ അദ്ദേഹം നിർത്തുള്ളൂ. അല്ലാതെ കലയുടെ ലാവണ്യ നിയമങ്ങളൊന്നും അദ്ദേഹം നോക്കില്ല. അദ്ദേഹത്തിന് ഇത് എഴുതി കൈ കഴിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് നാക്കു കുഴഞ്ഞു എന്ന സ്ഥിതി വരെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ വർണ്ണിച്ച് ഒന്നും അവശേഷിക്കാതെ വർണ്ണിക്കും. ഒന്നും അവശേഷിക്കാതെ വർണ്ണിക്കുന്നത് വളരെ ക്ലേശകരമായ ഒരു സംഗതിയാണ്. ഇത്രയേറെ വൃക്ഷങ്ങളുടെ പേര്, ഇത്രയേറെ ചെടികളുടെ പേര്, അതിൻ്റെ പൂക്കളുടെ നിറം, ഈ പൂക്കളുടെ നിറങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന നിറസമന്വയം, വർണ്ണ സമന്വയത്തിൻ്റെ മഹാപ്രളയം വാൽമീകി സാധിക്കില്ല അങ്ങനെ വർണ്ണിച്ചൊപ്പിക്കാൻ. പിന്നെ നദികളുടെ വർണ്ണന, ഒഴുക്കിൻ്റെ വർണ്ണന, വെള്ളം ഒഴുകുന്നതിൻ്റെ, ജലത്തിൻ്റെ സമ്പന്നത, ജലത്തിൻ്റെ ആവശ്യകത,
വൃക്ഷങ്ങളുടെ ആവശ്യകത, വൃക്ഷങ്ങളുടെ സംഭാഷണം, വൃക്ഷങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു, പക്ഷികൾ തമ്മിൽ വർത്തമാനം പറയുന്നു, ജീവികൾ തമ്മിലുള്ള പ്രകൃതിപരമായ പ്രകൃതിജമായ സമന്വയത, പ്രകൃതിജമായ ഐക്യം, മൃഗങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖം, മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ജീവിതം മനുഷ്യൻ്റെ ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള സൂചനകൾ, പിന്നെ അടിസ്ഥാന ജീവിതമായ സസ്യത്തിൻ്റെ ജീവിതം, ഇതെല്ലാം വർണ്ണിച്ച് കാര്യം വർണ്ണന കങ്കേമമാണെങ്കിൽ തന്നെയും നമുക്ക് തൽക്കാലത്തേക്ക് ഗ്രന്ഥം അടച്ചു വയ്ക്കാൻ തോന്നും.